ഇന്നും നമ്മൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. അതുകൊണ്ട് ബുക്കും പെന്നും ഒക്കെ എടുക്കുക, എഴുതി തുടങ്ങുക. അപ്പൊ ഇന്നലത്തെ നമ്മുടെ ക്ലാസ്സിൽ കുഡ് ഹാവ് ബീൻ ഇവ തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുഡ് ഹാവ് കഴിഞ്ഞാൽ വേർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുഡ് ഹാവ് ബീൻ കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന്റെ കമന്റ് ബോക്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് പാസീവ് വോയിസും കൂടെ മേഡത്തിനൊന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അതെ. അപ്പൊ നിങ്ങൾ ആ കമന്റ് ഒന്ന് ശ്രദ്ധിക്കുക. ആ വ്യക്തി എഴുതിയേക്കുന്ന കാര്യം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നിങ്ങളും അത് ശ്രദ്ധിക്കുക. അങ്ങനെ പറഞ്ഞു തന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്, കുടും മുടും ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഇത് പലപ്പോഴും എഴുതുമ്പോൾ നമുക്ക് സംശയം തോന്നിയിട്ടുണ്ടാവണം. പഠിച്ചൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണിത്. കാരണം മറ്റൊന്നുമല്ല, കുഡ് ഉപയോഗിക്കുന്നിടത്ത് തന്നെ നമുക്ക് വുഡ് ഉപയോഗിച്ചുകൂടെ എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് കുഡും വുഡിന്റെ ഉപയോഗം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങളിലോട്ട് പോകാം. കുഡ് എന്തിനാണ്? നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ, അല്ലേ? അനുവാദം ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുഡ് ഉപയോഗിക്കാം. അനുവാദത്തിന് നമുക്ക് കുഡ് ഉപയോഗിക്കാം. നിങ്ങൾ ബുക്കിൽ എഴുതി വെച്ചോളൂ. അനുവാദം ചോദിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? കുഡ് ഐ ഈസി. കുഡ് ഐ സിറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ എന്താ? കുഡ് എന്ന് പറഞ്ഞാൽ എനിക്കിവിടെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള അർത്ഥമല്ലേ ഉള്ളത്. അപ്പൊ എനിക്കിവിടെ ഇരിക്കാൻ കഴിയുമോ? അനുവാദം ചോദിക്കുമ്പോൾ എനിക്കിവിടെ ഇരിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിവിടെ ഇരുന്നോട്ടെ എന്നാണ് അർത്ഥം. ഞാനിവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ പോവാണ് എങ്കിൽ സീറ്റ് ഒഴിവ് കണ്ടാൽ നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? കുഡ് ഐ സിറ്റ് ഹിയർ? എനിക്കിവിടെ ഇരിക്കാൻ കഴിയും, അതായത് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇനി ക്യാൻ ഉപയോഗിച്ചൂടെ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കാര്യമാണ്. അതുകൊണ്ട് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. കുഡ് ഐ സിറ്റ് ഹിയർ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. ഇനി കുഡ് ഷീ ടേക്ക് ഇറ്റ്? വാട്ട് ഈസ് ദ മീനിങ്? അവൾ ഇത് എടുത്തോട്ടെ, അവൾക്ക് ഇത് എടുക്കാൻ കഴിയുമോ? കുഡ് ഷീ ടേക്ക് ഇറ്റ്? ഇനി വേറൊന്നാണെങ്കിലോ, കുഡ് ദേ ഗോ? കുഡ് ദേ ഗോ? അവർക്ക് പോകാൻ കഴിയുമോ, അല്ലെങ്കിൽ അവര് പോയിക്കോട്ടെ? ഇങ്ങനെ നമ്മൾ അനുവാദം ചോദിക്കാൻ നമ്മൾ കുഡ് ഉപയോഗിക്കും. പക്ഷേ ഇവിടെ നമ്മൾ വുഡ് ഐ സിറ്റ് ഹിയർ എന്നോ വുഡ് ഷീ ടേക്ക് ഇറ്റ് എന്നോ ഒന്നും നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. നമുക്ക് അനുവാദം ചോദിക്കാൻ കുഡ് അല്ലെങ്കിൽ ക്യാൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ കുഡാണ് ഉപയോഗിക്കുന്നത്. കുഡ് ഐ സിറ്റ് ഹിയർ? ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. കുഡ് ഷീ ടേക്ക് ഇറ്റ്? അവൾ അത് എടുത്തോട്ടെ. കുഡ് ദേ ഗോ? അവർക്ക് പോകാൻ കഴിയുമോ, അതായത് അവർ പോയിക്കോട്ടെ എന്നാണ് അർത്ഥം വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ കുഡിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് അനുവാദം ചോദിക്കാൻ. പക്ഷെ അവിടെ നമ്മൾ വുഡ് ഉപയോഗിക്കാൻ പാടില്ല. ക്ലിയർ? ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ അന്നേരം വുഡ് ഒന്ന് നോക്കാം. വുഡ് ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല, നമുക്ക് അനുവാദം ചോദിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്ത് പറ്റും? നമ്മുടെ ആഗ്രഹം പറയാൻ വുഡാണ് നമുക്ക് വേണ്ടത്. ആഗ്രഹം പറയാൻ. ഇതൊക്കെ ഞാൻ എടുത്ത് തന്നിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിന്റെ ഒരു ലിങ്ക് ഞാൻ തരാം, നിങ്ങളത് കേൾക്കുക. നമ്മുടെ ആഗ്രഹം പറയണമെങ്കിൽ നമുക്ക് കുഡല്ല വുഡാണ് ഉപയോഗിക്കേണ്ടത്. എങ്ങനെയാണ് ആഗ്രഹം പറയേണ്ടത്? എനിക്ക് താല്പര്യമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു. ഇനി നമുക്ക് എന്താണോ പറയേണ്ടത്? ഈറ്റ് ആൻ ഐസ്ക്രീം. ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അതായത് എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു. ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ എടുത്താൽ നിങ്ങൾ എനിക്കിനി ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുണ്ടോ എന്നൊന്നും നമ്മൾ സംസാരിക്കലൊന്നുമില്ല, അല്ലെ? എനിക്കൊരു ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നു. ഐ വുഡ് ലൈക്ക് ടു ഈറ്റ് ആൻ ഐസ്ക്രീം. അപ്പൊ അതെങ്ങനെയാ? നമുക്ക് എന്തെങ്കിലും ആഗ്രഹം നമുക്ക് പറയണമെങ്കിൽ ഐ വുഡ് ലൈക്ക്, ഇതിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്ലസ് എന്താണോ അത് പറഞ്ഞാൽ മതി. അപ്പൊ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? വുഡ് നമ്മൾ അനുവാദം ചോദിക്കാൻ ഉപയോഗിക്കുന്നു. വുഡ് നമ്മൾ ഇത് എന്താണ്, നമ്മുടെ ആഗ്രഹം പറയാൻ വേണ്ടിയും ഉപയോഗിക്കുന്നു. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു ഏരിയ ആണ്. ഇനി വേറൊരു വുഡിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കുഡ് നമ്മൾ ഇനി വേറൊരു രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ സാധ്യതകൾക്ക് വേണ്ടി ഉപയോഗിക്കും. സാധ്യത. അതേപോലെ വുഡും നമ്മൾ എന്തിനു ഉപയോഗിക്കും? സാധ്യത രണ്ടിനും ഉപയോഗിക്കും.
രണ്ടും നമ്മൾ സാധ്യതകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ ഇനി പ്രശ്നം എന്താണ്? ഇവിടെ വുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ വുഡും ഒരുപോലെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ വുഡ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് കുറച്ച് ഉറപ്പ് കൂടുതലുണ്ട്. എന്നാലും ഉറപ്പൊന്നുമില്ല. കാര്യം അതെന്താണ്? സാധ്യതയാണ്. ഒരു കാര്യം സാധ്യതയായിട്ട് നമ്മൾ പറയുമ്പോൾ അതിന് ഉറപ്പില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ വുഡ് ഉപയോഗിച്ച് പറയുമ്പോൾ അതിനൊരു ഇച്ചിരി ഉറപ്പ്, കുഡിനേക്കാളും ഒരു ഇച്ചിരി ഉറപ്പ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അത് സംഭവിക്കുന്നത് രണ്ടിനും ഉറപ്പില്ല. കാരണം അതെന്താണ്? ഒരു പോസിബിലിറ്റി മാത്രമാണ്. അപ്പൊ നമുക്ക് കുഡും വുഡും സാധ്യതകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും അത് പറയുന്ന ഒരു കാര്യമാണ് അല്ലെ? ആഫ്റ്റർ ഇറ്റ്. മഴയ്ക്കൊക്കെ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? ഇറ്റ് ആണ് അല്ലെ? മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ് കുഡ് റെയിൻ ദിസ് ആഫ്റ്റർനൂൺ. ഇവിടെ ഞാൻ അതേ സെന്റൻസ് എഴുതുകയാണ്. ഇറ്റ് ഇവിടെ വുഡ് ആണ് അല്ലെ? വുഡ് റെയിൻ ദിസ് ആഫ്റ്റർനൂൺ. ദിസ് എന്തിനാണ്? ഇന്ന് ആഫ്റ്റർനൂൺ. ഞാനിത് രണ്ടും ഒരേ സെന്റൻസ് ആണ്. പക്ഷെ ഞാൻ ഇവിടെ വുഡ് എഴുതി, ഇവിടെ കുഡ് എഴുതി. ഞാൻ പറഞ്ഞു സാധ്യതകൾക്കാണ് രണ്ടും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇറ്റ് കുഡ് റെയിൻ ദിസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ മഴയും മേഘങ്ങളും ഒക്കെ ഉണ്ട്, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇറ്റ് വുഡ് റെയിൻ ദിസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഒരു ഇടിയൊക്കെ മുഴങ്ങുന്നുണ്ട്, കുറച്ച് കൂടുതൽ സാധ്യതയുണ്ട്. ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് രണ്ടും സാധ്യതകൾക്ക് നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയില്ലേ? കഴിയും. കാരണം ഇവിടെയുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഇച്ചിരി ഉറപ്പ് കൂടുതലുണ്ട് എന്നുള്ള ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ, I would visit you. What is the meaning? എനിക്ക് നിന്നെ വിസിറ്റ് ചെയ്യാൻ കഴിയും. എങ്ങനെ? എന്തെങ്കിലും ഉണ്ടാവണം. ഇഫ് ഹാഡ് ടൈം. ഇഫ് ഐ ഹാഡ് ടൈം. ടൈം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിന്നെ വിസിറ്റ് ചെയ്യാൻ കഴിയും. സമയം വേണം. അപ്പൊ ഇതെന്താണ്? എനിക്ക് സമയം കിട്ടിയാൽ ഞാൻ നിന്റെ അടുത്ത് വരും. സമയം കിട്ടിയാൽ. അപ്പൊ എന്തുകൊണ്ട് ഇഫ് വന്നു? നമ്മൾ ഇഫ് ക്ലോസുകളൊക്കെ പഠിച്ചതാണ്. അപ്പൊ നിങ്ങൾ ആ ഭാഗങ്ങൾ ഒക്കെ പഠിക്കുക. ഇഫ് ക്ലോസ് എങ്ങനെയാണ്, ഫസ്റ്റ് ക്ലോസ്, സെക്കൻഡ് ക്ലോസ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് വുഡ് വരുന്നത് എങ്ങനെയാണ്, ഹാർഡ് എങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ ക്ലിയർ ആക്കി തന്നതാണ്. അതും ഞാൻ ലിങ്ക് തരാം, നിങ്ങൾ അതൊന്ന് കേട്ട് പഠിക്കുക കേട്ടോ. നമ്മുടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ തന്നെയുണ്ട്. അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇഫ് വന്നതെന്നൊക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ രണ്ട് കാര്യമാണ് പഠിച്ചത്. ഒന്ന് കുഡ് ഉപയോഗിക്കുന്നത് അനുവാദം, രണ്ട് സാധ്യത. ഇവിടെ ഇച്ചിരി ഉറപ്പ് കുറവ് ഇത്രയുള്ളേ. ഇവിടെ നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് ആഗ്രഹം, സാധ്യതയുമുണ്ട്, പക്ഷെ ഇതിനേക്കാളും കുറച്ച് ഉറപ്പ് കൂടുതൽ ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് എപ്പോഴും ഒരു ചലഞ്ചിങ് ആയി നിൽക്കുന്ന ഏരിയയാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇനി കുഡും വുഡും ഇതാണ് നമുക്കൊക്കെ എനിക്ക് എപ്പോഴും ഒരു സംശയം എന്ന പോലെ നിൽക്കുന്ന ഒരു ഏരിയ ഇതാണ്. നിങ്ങൾക്കെല്ലാം ഇത് തന്നെയായിരിക്കാം. I could run very fast when I was child. I would run very fast when I was child. എന്താ പ്രശ്നം? when I was a child, ഒരു കുട്ടിയായിരുന്നു. അപ്പൊ എന്താ ഇവിടുത്തെ പ്രശ്നം? ഒരു സെന്റൻസിൽ ഞാൻ കൂട്ടുകൊടുത്തു, ഒരു സെന്റൻസിൽ വുഡ്. അപ്പൊ ഇവ തമ്മിൽ എന്താ പ്രശ്നം? ഞാൻ ഒരു ക്ലാസ്സിൽ ഇതേ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ലിസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും വുഡിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്നാ നമ്മൾ പഠിച്ചത്? മറന്നുപോയോ? യൂസ്ഡ് ടു. ഈ യൂസ്ഡ് ടു എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ കാലത്ത് പതിവായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പറയാനാണ് നമ്മൾ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നിങ്ങൾ പുറകിലോട്ട് പോയി നോക്കുക കേട്ടോ. അപ്പം അതിന് പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് വുഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് വുഡും ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് കുഡ് ഉപയോഗിക്കാൻ കഴിയില്ല.
അതാണ് വ്യത്യാസം. ഐ കുഡ് റൺ വെരി ഫാസ്റ്റ് വെൻ ഐ വാസ് എ ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നന്നായി ഓടാൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഇവിടെ അർത്ഥമുള്ളൂ. കഴിഞ്ഞു. എൻ്റെ അക്ഷരം ഭയങ്കര മോശമാണല്ലേ. ഐ കുഡ് റൺ വെരി ഫാസ്റ്റ് വെൻ ഐ വാസ് എ ചൈൽഡ്. കുട്ടിയായിരുന്നപ്പോൾ. വെൻ ഐ അപ്പോൾ ഞാൻ വാസ് ആയിരുന്നു ഒരു ചൈൽഡ് കുട്ടി. ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഓടാൻ കഴിഞ്ഞു. ഐ കുഡ് റൺ ഫാസ്റ്റ് വെൻ ഐ വാസ് എ ചൈൽഡ്. പക്ഷേ ഐ വുഡ് റൺ വെരി ഫാസ്റ്റ് വെൻ ഐ വാസ് എ ചൈൽഡ്. കുട്ടിയായിരുന്നപ്പോൾ ഞാൻ നന്നായിട്ട് സ്പീഡിൽ ഓടാറുണ്ടായിരുന്നു. വ്യത്യാസം ക്ലിയർ ആയല്ലോ ഈ ഒറ്റ എക്സാമ്പിളിൽ തന്നെ? ഓടാറുണ്ടായിരുന്നു. ക്ലിയർ? ഐ കുഡ് റൺ വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടാൻ കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഐ വുഡ് റൺ വെരി ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓടാറുണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഈ ഒരൊറ്റ എക്സാമ്പിൾ നിങ്ങൾക്ക് ഈ ഒരു മേഖല മനസ്സിലായല്ലോ. കുഡും വുഡും നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാനാണ് നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കാലത്തിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഇനി നിങ്ങൾക്ക് കുഡും വുഡും തമ്മിൽ മാറിപ്പോയി എന്ന് ഇനി ഒരിക്കലും നിങ്ങൾ പറയരുത്. ക്ലിയർ ആയല്ലോ? ഓക്കെ. എന്തായിരുന്നു? കുഡ് എന്ന് പറയാൻ നമ്മൾ അനുവാദം ചോദിക്കാൻ കുഡാണ് ഉപയോഗിക്കുന്നത്. ഇനി കുഡ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധ്യതകൾ സൂചിപ്പിക്കാൻ കുഡാണ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ കുഡ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാലത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ നമ്മൾ കുഡാണ് ഉപയോഗിക്കേണ്ടത്. ഇനി വുഡ് ആണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പറയാൻ നമ്മൾ വുഡാണ് ഉപയോഗിക്കുന്നത്. അഗെയിൻ സാധ്യത പറയാൻ, അപ്പൊ നിങ്ങൾ ഓർക്കുക, ഒരു ഉറപ്പ് വ്യത്യാസമുണ്ട്. സാധ്യത പറയാനും നമ്മൾ വുഡാണ് ഉപയോഗിക്കേണ്ടത്. ആഫ്റ്റർ ദാറ്റ് എന്തിനാണ് നമ്മൾ വുഡ് ഉപയോഗിക്കുന്നത് പഠിച്ചത്? കഴിഞ്ഞ കാലത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെ കുറിച്ച് പറയാൻ നമ്മൾ വുഡാണ് ഉപയോഗിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഇനി കുഡും വുഡും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ വേർബ് എപ്പോഴും എങ്ങനെയായിരിക്കണം? V1 ഫോമിലായിരിക്കണം. കാരണം ഇതെന്താണ്? ഓക്സിലറി ആണ്. ഇതിന്റെ ഇടയിൽ ടുവോ അങ്ങനെ സാധനങ്ങളൊന്നും വരാൻ പാടില്ല. കുഡും വുഡും ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കണം? നമ്മുടെ വേർബ് V1 ഫോമിലായിരിക്കണം. അപ്പൊ ക്ലിയർ ആയല്ലോ കുഡും വുഡ് എന്താണെന്ന്? ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ല എന്നൊന്നും ഇനി ആരും പറയരുത്. അപ്പോ ഞാൻ ഇപ്പോഴും പറയാൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഉണ്ട്. എല്ലാ ചാനലിലും പറയുന്നുണ്ടല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല, അതേപോലെ മേഡം പറയുന്നില്ല എന്ന്. അപ്പം ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ട, എനിക്കറിയാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ പറയാറില്ല, എങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാകുന്നുണ്ട് എന്നൊക്കെ ഉണ്ട് എങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ ആർക്കെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ചാനലിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ മറ്റെന്താണ്, നമ്മുടെ ഇംഗ്ലീഷ് കോഴ്സുകളെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.